ഗാസയിൽ ഹമാസിൻ്റെ പിടിയിൽ ബന്ദികൾ അനുഭവിച്ച അതിക്രൂരമായ പീഡനങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വരികയാണ്. മൂന്നാം ഘട്ട ബന്ദിമോചനം സാധ്യമായതിന് പിന്നാലെ പുറത്തു വന്ന ബന്ദികളിൽ പലരെയും കൗൺസിലിങ്ങിനും മറ്റ് ആരോഗ്യ പരിശോധനകൾക്കും ഇസ്രായേലി ഭരണകൂടം വിധേയമാക്കി. പിന്നാലെ തങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളെക്കുറിച്ച് പലരും തുറന്നു പറയുന്നു. മോസസ് എന്ന 80-കാരൻ കഴിഞ്ഞ ദിവസം ഇസ്രായേലി ചാനലായ ചാനൽ 12നോട് പറഞ്ഞത് ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളുമാണ്. 2 ചതുരശ്ര അടി മാത്രം വലിപ്പമുള്ള ഒരു മുറിയിലാണ്, ഇരുട്ടുമുറിയിലാണ്, വെളിച്ചത്തിൻ്റെ ഒരു കണിക പോലുമില്ലാത്ത മുറിയിലാണ് 70 ദിവസങ്ങളോളം തന്നെ ബന്ദിയാക്കിയത്. ആഴ്ചയിലൊരിക്കൽ അല്പം അരിമണി ആഹാരമായി നൽകി. അല്പം വെള്ളം മാത്രമാണ് ബന്ദികൾക്ക് ഹമാസ് ഭീകരന്മാർ നൽകിയത്. ഇടയ്ക്കിടയ്ക്ക് ഒളിസങ്കേതങ്ങൾ അവർ മാറ്റിക്കൊണ്ടിരുന്നു. യുദ്ധം കൂടുതൽ കനക്കുമ്പോൾ ഓരോ അപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് മറ്റൊരു അപ്പാർട്ട്മെൻറ്റുകളിലേക്കായിരുന്നു തങ്ങളെ മാറ്റിയിരുന്നത്. ഓരോ യാത്രയിലും കണ്ണ് മൂടിക്കെട്ടിയിരുന്നു. ഒരിക്കൽ റെഡ് ക്രോസിൻ്റെ ഓഫീസുകൾ പോലും ബന്ദികളെ ഒളിപ്പിക്കാനുള്ള ഇടങ്ങളാക്കി ഹമാസുകാർ ഉപയോഗിച്ചിരുന്നു എന്നും മോസസ് വ്യക്തമാക്കുന്നു. ചിലപ്പോൾ ചില ഇടുങ്ങിയ മുറികളിൽ ശ്വസിക്കാൻ പോലും കഴിയാതെ മണിക്കൂറുകളും ദിവസങ്ങളും കഴിഞ്ഞു കൂട്ടേണ്ടി വന്നിട്ടുണ്ട്. ഒരിക്കലും ജീവിതത്തിലേക്ക് തിരികെ വരുമെന്ന് കരുതിയിരുന്നില്ല. വനിതാ തടവുകാരോടും കൗമാരക്കാരായ പെൺകുട്ടികളോടും അതിക്രൂരമായ രീതിയിലാണ് ഹമാസിൻ്റെ ഭീകരന്മാർ പെരുമാറിയത്. തോക്കിൻ മുനയിൽ നിർത്തി ശാരീരികമായി പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു, കാലിൽ തലകീഴായി കെട്ടിത്തൂക്കി, ആഴ്ചകളോളം ആഹാരം നൽകാതെ പീഡിപ്പിച്ചു തുടങ്ങി നിരവധി പീഡനത്തിൻ്റെ കഥകൾ ഇപ്പോൾ മോചിതരായ ബന്ദികൾ തുറന്നു പറയുമ്പോൾ ഇസ്രായേൽ എന്ന രാജ്യം തന്നെ തേങ്ങിക്കരയുകയാണ്. ഇസ്രായേലിൽ നിന്ന് 2023 ഒക്ടോബർ 7 ഹമാസിൻ്റെ ഭീകരന്മാർ നിരവധി പേരെ തട്ടിക്കൊണ്ടുപോയി. അതിൽ നിരവധി പേരെ ഇതിനകം തന്നെ ഹമാസ് വധിച്ചു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. ഇനിയും ഇസ്രായേലിൻ്റെ കണക്ക് പ്രകാരം 97ഓളം ബന്ദികളെയാണ് മോചിപ്പിക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ ഇസ്രായേലും ഹമാസുമായി ഉണ്ടാക്കിയ ബന്ദിമോചന കരാർ പ്രകാരം ആദ്യഘട്ടത്തിൽ 34 ബന്ദികളെ മോചിപ്പിക്കും. 6 ആഴ്ച കാലത്തെ വെടിനിർത്തൽ കരാറിനിടയിൽ 34 ബന്ദികളെ ആയിരിക്കും മോചിപ്പിക്കുന്നത്. അതിൽ ഇപ്പോൾ തന്നെ 11ലധികം ബന്ദികളെ മോചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ശനിയാഴ്ച 3 ബന്ദികളെ കൂടി മോചിപ്പിക്കും. സ്ത്രീകളായിട്ടുള്ള സൈനികർ, കർഷകരായിട്ടുള്ള വ്യക്തികൾ, പ്രായമേറിയവർ തുടങ്ങിയവരെയാണ് ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുന്നത്. ആ മോചിപ്പിക്കപ്പെട്ട സ്ത്രീകളും കൗമാരക്കാരികളും ഒക്കെ തന്നെ തുറന്നു പറയുന്നത് കൊടിയ യാതനയുടെ, മനുഷ്യത്വമില്ലാത്ത നരാധമന്മാരായിട്ടുള്ള ഹമാസിൻ്റെ ഭീകരന്മാരുടെ പൈശാചിക മുഖത്തെക്കുറിച്ചാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പുറത്തു വന്ന വിവരങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ എന്ന രാജ്യത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. എത്ര ക്രൂരമായിട്ടാണ് സ്വന്തം ജനതയോട് ഹമാസിൻ്റെ ഭീകരന്മാർ പെരുമാറിയത് എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. ഇതിനെതിരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ബന്ദിമോചനം സാധ്യമായതിനു പിന്നാലെ അതിശക്തമായ ആക്രമണം ഹമാസിനെതിരെ വീണ്ടും ഉണ്ടാകാം. കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വളരെ കൃത്യമായ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ബന്ദിമോചനത്തെ ഒരു നാടകമാക്കരുത്, ബന്ദിമോചന സമയത്ത് ബന്ദികളെ ഭയപ്പെടുത്തരുത്. ഹമാസിൻ്റെ ഭീകരന്മാർ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് പാലസ്തീനികൾക്ക് നടുവിൽ നിന്നുകൊണ്ട് ഈ ബന്ദികൾക്ക് നേരെ ആക്രോശിക്കുകയും അവരെ മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസം മോചിപ്പിക്കപ്പെട്ട ആർബേൽ യഹൂദിന് മുഖത്തിന് നേരെ ഒരു പാലസ്തീനി കാർക്കിച്ചു തുപ്പുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇനിയും ബന്ദിമോചന സമയത്ത് ഏതെങ്കിലും പ്രകോപനപരമായ നടപടികൾ ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ വെടിനിർത്തൽ കരാർ ലംഘിക്കേണ്ടി വരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വമ്പൻ മുന്നറിയിപ്പ്. ഇസ്രായേൽ എന്ന രാജ്യത്തിന് താങ്ങാനാവുന്നതിനേക്കാൾ വലിയ വേദനയാണ് ഓരോ ബന്ദിയും ഹമാസിൻ്റെ തടവറയിൽ അനുഭവിച്ചത് എന്നതുകൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. ഈ ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം ന്യായീകരിക്കാവുന്നത് തന്നെയാണ് എന്ന് ഇതിലൂടെ നമുക്ക് ഉറപ്പിക്കാം. ഇസ്രായേലിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളെയും കുട്ടികളെയും പുരുഷന്മാരെയുമാണ് ഈ ഹമാസിൻ്റെ ഭീകരന്മാർ തട്ടിക്കൊണ്ടുപോയി ഈ നരകയാതന അനുഭവിപ്പിച്ചത്. അപ്പോൾ സ്വാഭാവികമായും തിരിച്ചടിക്കാനുള്ള ന്യായീകരണവും ന്യായവും ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ട് എന്നുള്ളതും ഉറപ്പിക്കാം.
എന്തായാലും ഇനിയും ബന്ദിമോചനം സാധ്യമാകുന്നതുവരെ കരുതലോടെ ഇരിക്കാനാണ് ഇസ്രായേലിൻ്റെ തീരുമാനം. അതിനുശേഷം ഗാസയിലെ സമ്പൂർണ്ണ ദഹനമായിരിക്കും ഇസ്രായേൽ നടപ്പാക്കുക. ഗാസയിൽ നിന്ന് ഹമാസ് എന്ന് പറയുന്ന കൊടും ഭീകരന്മാരെ എന്നേക്കുമായി ഉന്മൂലനം ചെയ്യും. അമേരിക്കയടക്കം ഇസ്രായേലിനോട് പറയുന്നതും അത് തന്നെയാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ നീക്കവും മറ്റൊന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടല്ല. ഗാസയിൽ ഇനിയും പാലസ്തീനികൾ ഉണ്ടായാൽ അവിടെ ഹമാസ് ഉണ്ടാകും. ഗാസയിൽ പാലസ്തീനികൾ ഇല്ലാതായാൽ ഹമാസും എന്നേക്കുമായി ഇല്ലാതാകും. ഗാസയിൽ നിന്ന് പാലസ്തീനികളെയും ഹമാസിനെയും എന്നേക്കുമായി അവിടെ നിന്ന് കുടിയിറക്കണമെന്നതാണ് ട്രംപിൻ്റെ ആഗ്രഹം. ആ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടിയാണ് ജോർദാനോടും ഈജിപ്തിനോടുമൊക്കെ പാലസ്തീനികളെ സ്വീകരിക്കാൻ ട്രംപ് ആവശ്യപ്പെട്ടത്. ജോർദാനും ഈജിപ്തും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ആവശ്യത്തെ നിരാകരിച്ചുവെങ്കിലും കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപിന് വളരെ ശക്തമായ പ്രതികരണം ഉണ്ടായിരുന്നു. അവരെ കൊണ്ട് ഞങ്ങളത് സാധിപ്പിക്കും. ഞങ്ങൾ ഈജിപ്തിനെയും ജോർദാനെയും കൊണ്ട് പാലസ്തീനികളെ സ്വീകരിക്കാനുള്ള നടപടികൾ എടുപ്പിക്കും. ഗാസയിൽ ഇനി ഒരു പാലസ്തീനിയും അവശേഷിക്കില്ല. ഗാസയിലെ പാലസ്തീനികളെ ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്തം അറബ് രാജ്യങ്ങൾക്കുണ്ട് എന്ന വളരെ ശക്തമായിട്ടുള്ള നിലപാട് തന്നെയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുന്നത്.